ഞങ്ങളൊരു പ്രധാനപ്പെട്ട അതിഥി കുറേ നേരമായി കാത്തിരിപ്പുണ്ട്. മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി. സ്വാഗതം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ശ്രീ മുജീബ്, താങ്കൾ ഇവിടെ ഈ മലപ്പുറം നഗരസഭയിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്ന് ലീഗ് അവകാശപ്പെടുന്നു, താങ്കൾ അവകാശപ്പെടുന്നു. അങ്ങനെ ഒരു പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എത്ര വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് വോട്ടർമാരെ സമീപിക്കുന്നത്? ഈ കഴിഞ്ഞ 5 വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ എല്ലാ മുൻകാലങ്ങളിലുള്ളതുപോലെ മലപ്പുറം ജില്ല UDF ആയിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ നഗരസഭയുടെ ചെയർമാനായിരിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. സത്യത്തിൽ സംസ്ഥാന സർക്കാർ സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ സോഴ്സ് ഓഫ് ഇതെന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനുള്ള പണം കണ്ടെത്തുന്നത് ഒന്ന് സ്വന്തം ഓൺ ഫണ്ടാണ്, മറ്റൊന്ന് പ്ലാൻ ഫണ്ടാണ്, അഥവാ ഗവൺമെൻറ് നമുക്ക് നൽകുന്ന പദ്ധതി വിഹിതം. കഴിഞ്ഞ 5 വർഷവും പദ്ധതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ 100% കൊടുക്കാൻ കഴിയാതെ പോയൊരു ഗവൺമെൻറ്റാണ്. സാധാരണ ഇത് 3 സ്ലോട്ടുകളായിട്ടാണ് കൊടുക്കാറുള്ളത്. സാമ്പത്തിക വർഷത്തിന് 3 വിഭജിച്ച് സത്യത്തിൽ അതിൻ്റെ എല്ലാതിൻ്റെയും ക്രമം തെറ്റി 2 സ്ലോട്ട് മാത്രം, അഥവാ 100 രൂപയിൽ 50 രൂപ മാത്രം ലഭിച്ച പദ്ധതി വിഹിതത്തിൻ്റെ കാലഘട്ടം വരെ ഇതിനകത്ത് കഴിഞ്ഞുപോയി. ഗവൺമെൻറ് അതിന് പറയുന്ന കാര്യം കേന്ദ്രം പണം തരുന്നില്ല, കേന്ദ്രം സ്റ്റേറ്റിന് അനുവദിക്കുന്ന പണം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. വാദത്തിന് വേണ്ടി അത് സമ്മതിക്കാം. BJP ഇതര ഗവൺമെൻറ്റുകളോട് BJPക്കുള്ളത് ഒരേ സമീപനാണ്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ എടുത്തു നോക്കിയാൽ, കർണാടകയിൽ സിദ്ധാരാമയ്യ നോക്കിയാൽ, തെലങ്കാനയിൽ ദേവറൻ റെഡ്ഡി നോക്കിയാൽ, നമ്മുടെ ജാർഖണ്ഡിൽ സോറനെ നോക്കിയാൽ, എല്ലായിടത്തും BJP മുഖ്യമന്ത്രിമാരല്ലെങ്കിൽ അവരുടെ സമീപനം ഒന്നാണ്. ഇതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആസ് എ സ്റ്റേറ്റ് എന്നുള്ള നിലക്ക്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ടും BJP സമീപനം സ്വീകരിക്കുന്നതിൽ യാതൊരു നമുക്ക് അതിശയോക്തിയില്ല. അവരാ പറയുന്നതിൽ വാദം ഒരു പരിധിവരെ ശരിയാവാനും സാധ്യതയുണ്ട്. പക്ഷേ അതിനെ മറികടക്കുന്നതിന്, പ്രത്യേകിച്ച് കേരളത്തിൽ ശ്രീ KV തോമസിനെ ഡൽഹിയിൽ കൊണ്ടുപോയിരുത്തി ക്യാബിനറ്റ് റാങ്കിൽ ഇവർ ലൈസൻസ് ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ എന്താണ് ശ്രീ KV തോമസ് ആ ചുമതല നിർവഹിക്കുക വഴി കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ഏതെങ്കിലും സിംഗിൾ പ്രോജക്റ്റ് ഇവർ പറയേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. ശരി, ഇവിടെ കുറെ വോട്ടർമാർ പറഞ്ഞപ്പോഴുണ്ടല്ലോ, ഇവിടെ ചർച്ചയാകുന്നത് വിവാദങ്ങളൊന്നുമല്ല. മലപ്പുറത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, കറണ്ട് ചാർജ് കൂടിയത്, വെള്ളക്കരം കൂടിയത്, മറ്റു റോഡ് നന്നാകാത്തത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. അതെ, സ്വാഭാവികമാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റതൊക്കെ സെൻസിറ്റീവ് സബ്ജക്റ്റുകൾ ഒരിക്കലും ആസ് എ പബ്ലിക് എന്നുള്ള രീതിയിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 വർഷത്തേക്കുള്ളൊരു സംവിധാനത്തിനാണ് തിരഞ്ഞെടുക്കുന്നത്. സെൻസിറ്റീവ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെൻസിറ്റീവ് വരുമ്പോഴും ഇത് അതിലേക്ക് സ്വിച്ച് ചെയ്യും. അതിൻ്റെ പുറത്ത് വോട്ടിട്ട് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം പിന്നെയുള്ള 5 വർഷവും അവരനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു സെൻസിറ്റീവ് മാറ്ററിന്റെ റിസൾട്ടായിരിക്കും. ഇവിടെ നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം 100%. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടേണ്ട, ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട വീതം കിട്ടാതിരുന്നപ്പോഴും ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം സെൻട്രൽ ഗവൺമെന്റ് സ്കീമുകൾ 363 കോടി രൂപയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രോജക്റ്റ് നമുക്ക് മലപ്പുറം നഗരസഭയിൽ മാത്രം കൊണ്ടുവരാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പോയത് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് മൂലം സംഭവിച്ചിട്ടുള്ള സെറ്റ് ബാക്ക് ഞങ്ങൾ ഓവർകം ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമുകളാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഭരിക്കുന്നത് BJP ആണെങ്കിൽ പോലും ഫണ്ട് ലഭ്യമായ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പദ്ധതികളും കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അവഗണിക്കും പോലെ സംസ്ഥാന സർക്കാർ മലപ്പുറത്തെ അവഗണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മറ്റു ജില്ലകളെ പരിഗണിക്കും പോലെ ഒരു UDFന്റെയും ലീഗിന്റെയും സ്ട്രോങ് ഹോൾഡ് ആയതുകൊണ്ട് മലപ്പുറത്തെ കാര്യമായി പരിഗണിക്കുന്നില്ല സംസ്ഥാന സർക്കാർ എന്ന പരാതി ഉണ്ടോ? സ്വാഭാവികമാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കാറ്റഗറി ABC ലിസ്റ്റിലുള്ള ജില്ലയല്ല. ലീസ്റ്റ് പ്രയോറിറ്റി സ്റ്റേറ്റ് ഭരിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെ എന്തെല്ലാം അഭ്യാസം നടത്തിയാലും ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻ ഒരിക്കലും മാറ്റിയെടുക്കാൻ കഴിയില്ല. കാരണം ജനങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൻ്റെ പുറത്തുള്ള രാഷ്ട്രീയ ബോധമല്ല മലപ്പുറം ജില്ലയിൽ. പതിറ്റാണ്ടുകളായി ഈ നാടിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ അവബോധം സംഘടിച്ച് നിന്ന് ജനാധിപത്യ പ്രക്രിയയിൽ ഫലപ്രദമായിട്ട് ഇടപെട്ട് ജനാധിപത്യ സംവിധാനത്തിൻ്റെ തത്വസമ്മതകളോട് ഇഴകിച്ചേർന്ന് എങ്ങനെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളതിന് മലപ്പുറം ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. ഇതുകൊണ്ട് CPM പല അഭ്യാസങ്ങളും ഇതിനകത്ത് നടത്തി നോക്കിയെങ്കിലും മലപ്പുറത്ത് അവർക്ക് നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യങ്ങളാവട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളാവട്ടെ, ഒരിടത്തും ഒരു രാഷ്ട്രീയ പുരോഗതിയും വളർച്ചയും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിഗണന നമ്മുടെ ജില്ലയ്ക്കില്ല. ഈവൻ മലപ്പുറത്ത് മുഖ്യമന്ത്രി 10 കൊല്ലമായി ഇപ്പം ഇവിടെ ഇലക്ഷൻ വരാൻ പോകുന്നു. ഇനിയിപ്പോൾ നമുക്കൊരു 6 മാസം കൂടി കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി 12 ഒരു വർഷത്തിൽ ഒരു ജില്ലയിൽ ഒരു തവണയെങ്കിലും, ഒരു വർഷത്തിൽ ഒരു ജില്ലയിൽ ഒരു തവണ വന്നെങ്കിൽ ഈ ജില്ലയിൽ 10 തവണ വരേണ്ടിയിരുന്നു. എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ
മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ വന്നത് ഒന്ന് CPM ജില്ലാ സമ്മേളനത്തിന്, മറ്റൊന്ന് ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട മതനേതാക്കന്മാരുടെ ഒരു സംഗമത്തിന്. ഒരു ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ ഉദ്ഘാടനത്തിനോ ഒരു ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ തറക്കല്ലിടലിനോ മലപ്പുറം ജില്ലയിൽ മുഖ്യമന്ത്രി എത്തിയിട്ടില്ലെന്ന് തന്നെ പറയാം. പിന്നെ ഈ അടുത്ത് CPM ഒരു പൊളിറ്റിക്കൽ എക്സസൈസിന്റെ ഭാഗമായിട്ട് അവർ നടത്തിയിട്ടുള്ള പര്യടന പരിപാടിയുടെ ഭാഗമായിട്ട് വന്നിരുന്നു. ഒരു ജില്ലക്ക് ആ മുഖ്യമന്ത്രി കൊടുക്കുന്ന, ഞാൻ ഒരു മുഖ്യമന്ത്രി നമുക്ക് 14 ജില്ലയിലും അദ്ദേഹത്തിന്റെ പ്രായാധിക്യവും ഉമ്മൻചാണ്ടി നമ്മുടെ മുമ്പിൽ ഒരു മുൻമാതൃകയാണ്. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മൻചാണ്ടി സ്ഥിര കാഴ്ചയായിരുന്നു മലപ്പുറം ജില്ലയിൽ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ വന്നത് കൗണ്ടബിൾ ആയിട്ടുള്ള, വളരെ ഒരു വർഷത്തിൽ ഒരു തവണ എന്ന് പോലും എടുത്താൽ ഒരു 10 തവണയെങ്കിലും വരേണ്ടിയിരുന്നത്, ഏറ്റവും ചുരുങ്ങിയതാണ് പറയുന്നത്, ലീസ്റ്റ് മിനിമം. മുഖ്യമന്ത്രി വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് മീൻസ് ഞാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യമല്ല പ്രശ്നം, അതൊരു നമ്മളോടുള്ളൊരു നമ്മളുടെ വീക്ഷണം എന്താണ് മലപ്പുറത്തോട് ഇവർ കാണിക്കുന്നത് എന്നുള്ള ഇവരുടെ സമീപന രീതിയെക്കുറിച്ചാണ് നമ്മളുടെ ശരി. ആ അവഗണനയ്ക്കെതിരെ ശക്തമായി നിൽക്കുമ്പോൾ ഇവിടെ മലപ്പുറത്ത് UDF-നകത്ത് കോൺഗ്രസ് ലീഗ് തർക്കം, അഭിപ്രായ ഭിന്നതകൾ, വിള്ളൽ, അതൊക്കെ ഒരു തിരിച്ചടിയാകില്ല, അത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. കോൺഗ്രസ് ഒരു ജനാധിപത്യ സംവിധാനം എന്ന് വെച്ചാൽ കോൺഗ്രസ് ലീഗിനായിട്ടല്ലല്ലോ. കോൺഗ്രസിന്റെ ഒരു സ്ട്രക്ചർ ഓരോ പാർട്ടിക്കും ഓരോ ചില സിസ്റ്റം നല്ല ഹൈലി റിജിഡ് ആയിരിക്കും. റിജിഡ് മീൻസ് അതിനകത്തൊരു വളരെ ആ ഒരു ഫ്രെയിം വർക്കിനകത്തേ പറ്റുള്ളൂ. കോൺഗ്രസ് നിങ്ങൾക്കറിയാം, സമുന്നതരായിട്ടുള്ള നേതാക്കൾ പോലും അവരുടെ അഭിപ്രായം വളരെ പരസ്യമായി പറയുന്ന ഒരു ജനാധിപത്യ സ്വഭാവം പുലർത്തുന്ന പാർട്ടിയാണ്. ലീഗുമായിട്ട് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ഇഷ്യൂ ഇല്ല. കാരണം മലപ്പുറം ജില്ലയിൽ ഈ മുന്നണിയുടെ എല്ലാ കെട്ടുറപ്പും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിൽ വലിയ പങ്ക് മുസ്ലിം ലീഗ് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്മുണ്ടത്തെ വിഷയമൊന്നും ഇപ്പോഴും തീർന്നിട്ടില്ല. പൊന്മുണ്ടം സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, പൊന്മുണ്ടം നമ്മളുടെ ഒരു ഓർമ്മയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിൽ പൊന്മുണ്ടം കോൺഗ്രസ് എന്നുള്ളതൊരു ഒരു ടേമാണ്. പൊന്മുണ്ടത്തിന്റെ തൊട്ടപ്പുറത്തും പഞ്ചായത്തുകളുണ്ട്, തൊട്ടപ്പുറത്തും പഞ്ചായത്തുകളുണ്ട്. ഒരു ജില്ലയെ മൊത്തം എടുത്ത് നോക്കുമ്പോൾ ഒരു പഞ്ചായത്തിന്റെ പൊളിറ്റിക്കൽ സിനാരിയോ വെച്ച് നമ്മൾ ഇതിനകത്ത് അനയിക്കേണ്ടതെന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല. അത് ജില്ലയിൽ കോൺഗ്രസ് നല്ല ഈ പ്രാവശ്യം ഞങ്ങൾ താരതമ്യേന വളരെ. എന്തുകൊണ്ടാണ് ഇപ്പോഴും നേതൃത്വം പറഞ്ഞിട്ടും കേൾക്കാതെ നിൽക്കുന്ന അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ? അങ്ങനെയല്ല, അതിനകത്ത് അവിടെ പൊന്മുണ്ടത്തിന്റെ പ്രാദേശിക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല, കാലങ്ങളായി ഒരു മുന്നണി സംവിധാനത്തിൽ ഉണ്ടാവേണ്ട രണ്ട് കക്ഷികൾ ഉണ്ടാവേണ്ട ഒരു ക്ലോസ്നെസ് അവിടെ ഇല്ല യഥാർത്ഥത്തിൽ. അത് ലോക്സഭയിലില്ല, നിയമസഭയിലില്ല, ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പില്ല, ബാങ്ക് തെരഞ്ഞെടുപ്പിലില്ല. അപ്പോൾ നമ്മളൊരു ഫൈൻ ഡേ മോർണിംഗ് ക്ലിയർ ചെയ്യാൻ പറ്റിയൊരു മാറ്ററും അല്ല അവിടെ ഉള്ളത്. അത് ആ പഞ്ചായത്തുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. അത് ഒരിക്കലും ജില്ലയിൽ 100 ചില്ലറ LSCD ഉണ്ട്, അതിൽ ആകെ ഒരു LSCD ആണ്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് പൊന്മുണ്ട. അത് ജില്ലയുടെ ഒരു യഥാർത്ഥ ഇതിന്റെ റിഫ്ലക്ഷനേ അല്ല യഥാർത്ഥ. ഒറ്റ കാര്യം കൂടി, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പ്രബലമായ നേതാക്കളെ മറുകണ്ഠം ചാടിച്ചാണ് ഇവിടെ CPM കളം പിടിച്ചത്. കെട്ടി ജലീലിനെ ലീഗിൽ നിന്ന് കൊണ്ടുപോയി, ഇപ്പോൾ V അബ്ദുറഹ്മാനെ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുപോയി, PV അൻവർ അങ്ങനെ പോയതാണ്. അങ്ങനെ ഏതെങ്കിലും പുതിയ നേതാക്കൾ ഇനി UDF-ൽ നിന്ന് വരാനിരിക്കുന്ന കാലത്ത് പോകാൻ സാധ്യതയുണ്ടോ? ഇവരൊക്കെ പോയ ആളുകളുടെ സ്ഥിതി, പോയ അൻവർ, നിങ്ങൾ പോയത് പറയില്ല, പോയ അൻവർ ഇങ്ങോട്ട് തിരിച്ചു വന്നോ മീൻസ് അൻവർ ആ പോയതിന് ശേഷമുള്ള അഭിപ്രായം എന്താ പറഞ്ഞത്? പോയതിന്റെ ലിസ്റ്റ് മാത്രം എടുക്കണ്ട, എത്രയോ അഞ്ഞളാംകുഴി അലി സാഹിബ് CPM കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് ഞങ്ങളുടെ മെയിൻ സ്ട്രീം. ജലീലിനെ അവർ മന്ത്രിയാക്കി, ജലീലിനെ അത് അലി സാഹിബിനെ നമ്മൾ മന്ത്രിയാക്കി. അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള പൊളിറ്റിക്കൽ അതിനകത്തുള്ള പാർട്ടികൾ എടുക്കുന്ന സമീപനം എന്നുള്ളൂ. മലപ്പുറം ജില്ലയിൽ ഒരു കാരണവശാലും, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കേരളത്തിലാരും UDF-ന്റെ ഒരു സംവിധാനം വിട്ട് LDF-ന് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണം. ഇനി ഒരാളെ മലപ്പുറത്തുനിന്ന് കിട്ടില്ല അവർക്ക്, ഒരു സംശയം വേണ്ട. ഒരാളെ കിട്ടുന്നില്ല, എല്ലാ ആളുകളും ഇങ്ങോട്ട് വരുന്നെന്നുള്ളിടത്താണ് ഞങ്ങളുള്ളത്. മറ്റുള്ള പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് വന്ന എക്സാമ്പിൾ എന്താണ്? അൻവർ അല്ലേ? അൻവറിനെ ഞാൻ മീൻസ് അൻവർ പോയ സംവിധാനത്തിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് തന്റെ ഡിസ്കംഫേർട്ട് അറിയിക്കുകയും അവിടെയുള്ള യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുകയും അതിനകത്ത് നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്നും ഒരു തരം കോക്കസിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബേസ് ചെയ്ത് ഉള്ളൊരു കോക്കസ് നടത്തുന്ന മലപ്പുറം വിരുദ്ധ സമീപനം എനിക്ക് ബോധ്യമാണെന്നും പറയുന്നത് അൻവർ എപ്പോഴാണ് അത് പറയുന്നത്? ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കുമ്പം, ഭരണകക്ഷി MLA ആയിരിക്കുമ്പം. മലപ്പുറം ജില്ലയിൽ അൻവറിന്റെ പ്രാമാണികത്വം നിലനിൽക്കുമ്പോഴായി വിയോജിപ്പ് പറയുന്നത്. ചിലപ്പോൾ അവഗണിക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ ചേഞ്ച് ആളുകൾക്ക് ഉണ്ടാവും. അവന്റെ എല്ലാ അൻവർ തന്നെയായിരുന്നു മലപ്പുറം ജില്ലയിൽ ഈ മൂവ്മെന്റ് നയിച്ചിരുന്നത്. അദ്രമാനേക്കാൾ കൂടുതൽ യഥാർത്ഥത്തിൽ നയിച്ചിരുന്നത് മലപ്പുറം ജില്ല. കൂടെ കൂട്ടണമെന്ന് ലീഗിനുണ്ട്, കോൺഗ്രസിന്റെ ഒരു എതിർപ്പാണോ പ്രശ്നം? അങ്ങനല്ല, ലീഗ് നമ്മളതിനകത്ത് എടുത്ത സമീപനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് അൻവറിന്റെ മാറ്റർ കിടക്കുന്നത്. കാരണം അൻവറിന്റെ വിയോജിപ്പുകൾ കൂടുതലായിട്ട് കോൺഗ്രസിലായിരുന്നു, പഴയ കാലത്തും കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആണല്ലോ, കോൺഗ്രസിന്റെ സമീപനം. അപ്പം ലീഗിൽ നിന്ന് പോയ നേതാവ് തിരിച്ചു വരണമെങ്കിൽ കോൺഗ്രസ് അതിന് കാണിക്കുന്ന ഒരു സമീപനം എന്തായിരിക്കും? ലീഗിന്റെ എന്താണ് അതിന്റെ ആർഗ്യുമെന്റ്, അതിനെ അറ്റൻഡ് ചെയ്തിട്ടല്ലേ തീരുമാനം എടുക്കുള്ളൂ. അത് ആ കാര്യത്തിൽ ഓൾ ദ ബെസ്റ്റ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ വിജയം ആവർത്തിക്കാൻ കഴിയട്ടെ. എല്ലാവിധ വിജയാശംസകളും.